ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ എല്ലാ ടെൻസും ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്, അതായത് എല്ലാ ടെൻസും പഠിക്കേണ്ട കാര്യമുണ്ടോ? അതായത് നമുക്കറിയാം പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതിനകത്ത് തന്നെ സിമ്പിൾ പ്രസന്റ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഇത് എല്ലാം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് ഒരു യൂസ് ഉണ്ടോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഓരോ ടെൻസും വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുകൂടാതെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, കാരണം നമുക്കറിയാം നമുക്ക് ക്ലാരിറ്റി വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രാമറിലെ ഓരോ ടെൻസ് ഉപയോഗിക്കാനും കറക്റ്റായിട്ട് സെൻറ്റൻസ് പറയാനും പറ്റും. ഇപ്പം നിങ്ങൾ സാധാരണ എന്നോട് ചോദിക്കാറുണ്ട്, ഗ്രാമറിൽ ടെൻസ് പഠിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു കാഷ്വൽ കോൺവെർസേഷന് വേണ്ടിയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിൽ ടെൻസ് ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ പ്രോപ്പറായിട്ടൊരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു നമ്മളൊരു എഡ്യൂക്കേഷൻ ലെവലിലേക്കൊക്കെ പോവുകയാണ്, ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടെൻസ് വേണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഒരിക്കലും നാളെ ഞാൻ വന്നു എന്നല്ലല്ലോ പറയാം, നാളെ ഞാൻ വരും എന്നല്ല പറയാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ആ ഒരു കറക്റ്റായിട്ടൊരു മീനിങ് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വില്ല്, വുഡ്, വോസ്, വേർ, ഈസ്, ആം, ആർ ഇതൊക്കെ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു അവബോധം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ലെസൺ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെൻസിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നാണ്. അതായത് ഇപ്പോഴത്തെ സമയം, കഴിഞ്ഞു പോയ സമയം, പിന്നെ വരാനിരിക്കുന്ന സമയം. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞു പോയ സമയം ആദ്യം പഠിപ്പിക്കും, പിന്നെ ഇപ്പോഴത്തെ സമയം പഠിപ്പിക്കും, പിന്നെ വരാനിരിക്കുന്ന സമയം പഠിപ്പിക്കും. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നമുക്കറിയാം ഇതൊക്കെ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണമല്ലോ, നമ്മൾ ഇന്നലത്തെ കുറിച്ചാണോ പറയുന്നത്, ഇപ്പൊ നടക്കുന്ന കാര്യമാണോ പറയുന്നത്, ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന കാര്യമാണോ പറയുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം എഴുതുകയാണെങ്കിലും ഇത് എപ്പോൾ നടന്ന കാര്യമെന്ന് ക്ലിയർലി മനസ്സിലാവണമെങ്കിൽ ടെൻസ് വേണം. അപ്പൊ നമുക്ക് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് പാസ്റ്റിലേക്ക് പോവാം. പാസ്റ്റില് 4 ഉണ്ട്. അതായത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് 4 ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് സിമ്പിൾ പാസ്റ്റ് ആണ്. പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറഞ്ഞാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി നമ്മൾ വളരെ മിനിമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നിങ്ങൾ ടെൻസ് പഠിക്കുമ്പോഴും ആദ്യം എല്ലാ ടെൻസിൻ്റെയും സിമ്പിൾ ആയിട്ടുള്ള ടെൻസ്, അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം സെക്കൻഡ് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി. അല്ലാതെ നമ്മൾ 4 ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ തന്നെ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് നോക്കാം, സിമ്പിൾ പാസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. സിമ്പിൾ പാസ്റ്റ് വളരെ സിമ്പിൾ ആണ്. അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. അതായത് അത് എപ്പോൾ വേണമെങ്കിലും കഴിഞ്ഞതാവാം. ഇന്നലെ കഴിഞ്ഞതാവാം, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു പോയ കാര്യമാകാം, ഇനി കഴിഞ്ഞ വർഷവും ആവാം. അതായത് സിമ്പിൾ പാസ്റ്റ്, ഞാൻ ഒരു കാറ് വാങ്ങി. ഇവിടെ നമുക്കറിയാം ബോട്ട്. ഇവിടെ ഈ സിമ്പിൾ പാസ്റ്റ് ആക്കാൻ നമ്മൾ ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ. എന്താണ്? നമ്മൾ ബോട്ട്, വാങ്ങി എന്ന ഒരു വെർബ് ഉപയോഗിച്ചു. ഐ ബോട്ട് എ കാർ, ഞാൻ ഒരു കാർ വാങ്ങി. വാങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അത് ഇന്നലെ വാങ്ങിയതായിരിക്കാം, ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതായിരിക്കാം. ഷീ ഡ്രോവ് മൈ കാർ, അവൾ എൻ്റെ കാർ ഓടിച്ചു. ഇവിടെ നമുക്കറിയാം ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസ് ആവും. അതായത് കഴിഞ്ഞ കാലത്തെ ഒരു സെന്റൻസ് ആവാനുള്ള കാരണം എന്താണ്? നമ്മൾ ഉപയോഗിച്ച ഒരു വാക്കാണ്. ഏതാണ്? ഡ്രോവ്, ഓടിച്ചു. ഷീ ഡ്രോവ് മൈ കാർ, അവൾ എൻ്റെ കാറ് ഓടിച്ചു. അടുത്ത് നോക്കിയോളൂ, വി വെന്റ് ടു ദ സൂ, ഞങ്ങൾ സൂവിലേക്ക് പോയി. ഇവിടെയും വെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയി. ഇതൊക്കെ കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി ഹി ഹെൽപ് മീ യെസ്റ്റർഡേ, അവൻ എന്നെ ഇന്നലെ സഹായിച്ചു. അവൻ
ഇന്നലെ എന്നെ സഹായിച്ചു. അതായത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ പറയാൻ, അതായത് ഒരു കാര്യം കഴിഞ്ഞു, ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതുപോലെയുള്ള വെർബുകൾ ഉപയോഗിക്കാം. ഇതിന് പറയുന്നത് വെർബ് ടു എന്നാണ്, V2. വെർബ് ടു ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സെന്റൻസുകൾ പറയാം. ഞാൻ ആക്ച്വലി ഈ ഒരു ലെസന്റെ എൻഡിൽ ഒരു 10 വെർബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു 100 വെർബും അതിന്റെ V2 ഫോമും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബൈ വാങ്ങുക, അതിന്റെ സെക്കൻഡ് ഫോമാണ് ബോട്ട്. അത് നമുക്ക് സെക്കൻഡ് ഫോം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പാസ്റ്റ് ടെൻസിൽ സെന്റൻസ് എഴുതാൻ പറ്റുള്ളൂ. ഡ്രൈവ് ഓടിക്കുക, ഡ്രോവ് ഓടിച്ചു. ഗോ പോവുക, വെന്റ് പോയി. ഹെൽപ്പ് സഹായിക്കുക, ഹെൽപ്ഡ് സഹായിച്ചു. അതായത് പറയുന്നത് ഈ സെക്കൻഡ് ഫോം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പാസ്റ്റ് ടെൻസിൽ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇത്രയേ ഉള്ളൂ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു കാര്യം പറയാം. അത് പറയാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, V2 ഫോം ഓഫ് ദ വെർബ്. അതിന്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊരു ലെസൺ ആണ്. ആ ലെസൺ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് 100 വെർബ് കിട്ടും. 100 വെർബും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് V2 ഫോം പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഒരു 50 എണ്ണം തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയി. പക്ഷെ നിങ്ങൾക്ക് ആ 100 എണ്ണം റെഫർ ചെയ്യാം. നമുക്ക് അടുത്തതിലേക്ക് പോവാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് വളരെ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാങ്. ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഒരു കാര്യം നടന്നപ്പോൾ മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് ഇത് നോക്കിയോളൂ, ഞാനൊരു ബുക്ക് വായിക്കുകയായിരുന്നു, ആ സമയത്ത് ഫോൺ അടിച്ചു. ഒരു കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വേറൊരു കാര്യം നടന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരില്ലേ? ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നീ വന്നത്, അല്ലെങ്കിൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പോയത്. ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. അതിന് നമ്മൾ ഏത് രീതിയിൽ പറയണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. അതായത് ഒരു കാര്യം സംഭവിച്ചപ്പോൾ വേറൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാങ്. ഇവിടെ നോക്കിയോളൂ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രേ ഉള്ളൂ, വാസ് ING ഫോം ഓഫ് ദ വെർബ്. റീഡ് അതായത് വായിക്കുക ആണെന്നാണ് വെർബ്. അതിൻ്റെ കൂടെ നമ്മൾ ING ചേർത്തപ്പോൾ വായിക്കുകയായിരുന്നു അല്ലെങ്കിൽ വായിക്കുകയാണ് എന്ന മീനിങ് വന്നു. ഐ വാസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു എന്ന മീനിങ് ഇവിടെ വന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാങ്. ബെല്ലടിച്ചപ്പോൾ ഞാൻ പുസ്തകം വായിക്കുകയായിരുന്നു. അടുത്തതിലേക്ക് നോക്കൂ. They were playing football in the park all afternoon. ഉച്ച കഴിഞ്ഞ് മുഴുവൻ സമയം, അതായത് കഴിഞ്ഞ ദിവസം ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു ആക്ടിവിറ്റി ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. They were playing football. ഫസ്റ്റത്തെ സിനാരിയോ ഏതായിരുന്നു? ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം നടന്നു. ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു സമയം വെച്ചും പറയാം. അതായത് ഇന്നലെ 8 മണിക്ക് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് പറയാം. ഐ വാസ് വാച്ചിങ് TV at 8 o'clock yesterday. ആ രീതിയിലും പറയാം. അതായത് ഇന്നലെ ഒരു സമയത്ത് ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നോക്കൂ, they were playing football in the park all afternoon. അവര് പാർക്കിൽ ഉച്ച കഴിഞ്ഞ് മൊത്തം എന്താണ് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് നോക്കിയോളൂ, അവളുടെ ഫ്രണ്ട് വന്നപ്പോൾ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് കുക്കിംഗ് ഡിന്നർ വെൻ ഹെർ ഫ്രണ്ട് അറൈവ്ഡ്. അടുത്ത് നോക്കിയോളൂ, വി വെർ വാച്ചിങ് എ മൂവി വെൻ ദ പവർ വെന്റ് ഔട്ട്. സോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം എന്തിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രോപ്പറായിട്ട് ഈ ഒരു സിനാരിയോയിലാണ്, അതായത് കഴിഞ്ഞ ദിവസം ഒരു പർട്ടിക്കുലർ സമയത്ത് ഞാനൊരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ 8 മണിക്ക് നിന്നെ വിളിച്ചപ്പോൾ നീ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഐ വാസ് വാച്ചിങ് മൂവി. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആ കറക്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ 8 മണിക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ വിളിച്ചപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വന്നപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പോൾ ഐ വാസ് സംവെയർ എൽസ്. അതായത് നമുക്ക് പറയാം ഐ വാസ് ഡ്രൈവിംഗ് കാർ, ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്.
വി വർ വാച്ചിങ് എ മൂവി വെൻ ദ പവർ വെന്റ് ഔട്ട്. ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ടെൻസ് നിങ്ങൾക്ക്, അതായത് ഇപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രം നിങ്ങൾക്ക് പ്യുവർലി, അതായത് A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. ഐ വിൽ കൺസിഡർ ദാറ്റ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത്രയേ ഉള്ളൂ. അതായത് 4 എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. She had finished her homework before she went out to play. By the time we arrived, the train had already left. They had prepared everything before the guests arrived. എന്ത് മനസ്സിലായി ഈ ഒരു 3 സെന്റൻസ് കണ്ടപ്പോൾ? കാര്യം ഇത്രേ ഉള്ളൂ. ഈ ഒരു സെന്റൻസ് നോക്കിയോളൂ. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി. അത് നമുക്ക് പറയണമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലൂടെ തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വി അറൈവ്ഡ് ദ സ്റ്റേഷൻ, ദ ട്രെയിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് ക്ലിയർ ആവില്ല. മീനിങ് ക്ലിയർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെ പറയണം. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഹാർഡ് ലെഫ്റ്റ്, ഹാർഡ് ലെഫ്റ്റ്, ഹാർഡ് ലെഫ്റ്റ്. അതായത് ഇവിടെ നോക്കൂ, ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു എന്നൊരു മീനിങ് ആണ് വരുന്നത്. അതായത് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഹാഡ്. പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയോളൂ. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ബിഫോർ ഷീ വെന്റ് ഔട്ട് ടു പ്ലേ. അവൾ കളിക്കാൻ പോകുന്നതിന് മുമ്പ് അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഡ് ഫിനിഷ്ഡ്. മൂന്നാമത്തെ നോക്കിയോളൂ. They had prepared everything before the guest arrived. ഗസ്റ്റ് വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞ ഉണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യത്തിന് മുമ്പേ ഒരു കാര്യം നടന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കിയോളൂ. ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്ലി എഴുതുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ട്രെയിൻ, ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയി. അതായത് ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ വേറെന്തോ സംഭവിച്ചു. ആ കാര്യമാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത്. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇവിടെ നോക്കിയോളൂ. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ബിഫോർ ഷീ വെന്റ് ഔട്ട് ടു പ്ലേ. ഇത് വെറും സിമ്പിൾ പാസ്റ്റ് ആണല്ലോ. ഷീ വെന്റ് ഔട്ട് ടു പ്ലേ, പുറത്ത് കളിക്കാൻ പോയി. സിമ്പിൾ പാസ്റ്റ്. അതിനു മുമ്പേ നടന്നു. എന്താണ്? She had finished her homework. അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടെ ആദ്യം ഏതാണ് നടന്നത്? ഞാനിവിടെ ഫസ്റ്റ് നിടുവാണ്. ഫിനിഷ് ഹർ ഹോംവർക്ക്. രണ്ടാമത് നടന്ന ഏതാണ്? ഷീ വെന്റ് ഔട്ട് ടു പ്ലേ. അപ്പോൾ ആദ്യം നടന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നു. രണ്ടാമത് നടന്ന കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയുന്നു. ഈ സെന്റൻസ് നോക്കുവാണെങ്കിൽ അങ്ങനെയാണ്. വി അറൈവ്ഡ്, അത് രണ്ടാമതാണ്. ഞങ്ങൾ ട്രെയിൻ പോയതിനു ശേഷമാണ് എത്തിയത്. ഇതാണ് ആദ്യം നടന്നത്. അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതി, ഇത് സിമ്പിൾ പാസ്റ്റിൽ എഴുതി. ഇവിടെയും അങ്ങനെ അല്ലേ? ദ ഗസ്റ്റ് അറൈവ്ഡ്. ഗസ്റ്റ് ആണോ ആദ്യം വന്നത്, അല്ലെങ്കിൽ അവർ ഭക്ഷണമാണോ ആദ്യം ഉണ്ടാക്കിയത്? അവർ ഭക്ഷണമാണ് ആദ്യം ഉണ്ടാക്കിയത്. സോ ഫസ്റ്റ് ഇതാണ്. അപ്പോൾ ഹാഡ് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് പാസ്റ്റിൽ, ഭൂതകാലത്ത് 2 കാര്യങ്ങൾ നടന്നു. അതിനകത്ത് ആദ്യത്തെ കാര്യം പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമുക്ക് സിമ്പിളായിട്ട് സിമ്പിൾ പാസ്റ്റ് തന്നെ പറയാം. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ക്ലിയറായി കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പാസ്റ്റ് പെർഫെക്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ടെൻസ്, ഏത് വേർഡ് ഉപയോഗിക്കണം, ഏത് വെർബ് ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ നോക്കിയോളൂ. 2 സിനാരിയോ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഷീ ലുക്ക് ടയേർഡ് ബിക്കോസ് ഷീ ഹാഡ് ബീൻ സ്റ്റഡിങ് ഓൾ നൈറ്റ്.
അതായത് മുമ്പ് ഒരു സമീപകാലത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു പർട്ടിക്കുലർ കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നോക്കിയേ, emphasize the duration of studying and explain why she looked tired. She looked tired because she had been studying all night. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ സെന്റൻസ് നമുക്ക് വേണമെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാൻ പറ്റും. മീനിങ് അവിടെ കൺവേ ആവുകയും ചെയ്യും. അതാണ് ഞാൻ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം. അതായത് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. They were late because they had been stuck in traffic. അതായത് the reason for being late highlighting the duration of being stuck in traffic. ഇവിടെ നമുക്ക് കാണിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആ ഒരു സമയം, അതായത് എത്രയോ സമയം അവർ ട്രാഫിക്കിൽ പെട്ടു, അല്ലെങ്കിൽ എത്രയോ സമയം ആ കുട്ടി ഡാൻസ് ചെയ്തു. അത് ക്ലിയർലി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാം. പക്ഷെ കൺവേ ചെയ്യാൻ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറഞ്ഞാലും ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക തന്നെ ചെയ്യും. പക്ഷേ എന്താണ് വേണ്ടത്, നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. പ്രോപ്പർലി ആണ് നിങ്ങൾക്ക് കൺവേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ പ്രോപ്പർലി ഒരു കാര്യം സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 വാക്കിൻ്റെ എങ്കിലും V1ഉം V2ഉം മനസ്സിലാക്കണം. ഇതാണ് V1, ഇതാണ് V2. പോവുക, പോയി. കഴിക്കുക, കഴിച്ചു. കാണുക, കണ്ടു. ടേക്ക്, എടുക്കുക. ടുക്ക്, എടുത്തു. റൈറ്റ്, എഴുതുക. റോട്ട്, എഴുതി. മേക്ക്, ഉണ്ടാക്കുക. മെയ്ഡ്, ഉണ്ടാക്കി. കം, വരിക. സെക്കൻഡ് ഫോം കെയിം, വന്നു. ഗീവ്, കൊടുക്കുക. ഗേവ്, കൊടുത്തു. സ്പീക്ക്, സംസാരിക്കുക. സ്പോക്ക്, സംസാരിച്ചു. റൺ, ഓടുക. റാൻ, ഓടി. അപ്പം V1ഉം V2ഉം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സെന്റൻസും സിമ്പിൾ പാസ്റ്റിൽ പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് പോകാം. അത് വളരെ സിമ്പിളാണ്. ഈ ഒരു പാസ്റ്റ് ടെൻസിന്റെ ബുദ്ധിമുട്ടുകളോ കൺഫ്യൂഷൻസോ കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ടത് ഒന്ന് മനസ്സിലാക്കാം. പ്രസന്റ് ടെൻസ് ഇതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇതിനകത്ത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കുറച്ചും കൂടി റെലവൻ്റ് ആണ്. നമ്മൾ എവറിഡേ കമ്മ്യൂണിക്കേഷന് എന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എങ്കിലും യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശീലങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് മലയാളത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് ചെയ്യാറുണ്ട്, പോവാറുണ്ട്, പഠിക്കാറുണ്ട് എന്നൊരു മീനിങ് ആണ് മലയാളത്തിൽ വരിക. അതായത് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്, ഞാൻ പല്ല് തേക്കാറുണ്ട്, ഞാൻ കുളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സെന്റൻസുകൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹാബിച്വൽ ആക്ഷൻ. അതായത് ഇറ്റ് ബിക്കം എ ഹാബിറ്റ്, നമ്മൾ ഡെയിലി ചെയ്യുന്നു. ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? സിമ്പിൾ പ്രസന്റ്. ഇനി ഹാബിച്വൽ ആക്ഷൻ മാത്രമാണോ സിമ്പിൾ പ്രസന്റിൽ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ പറയാനും നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ഈ എക്സാമ്പിൾ നോക്കൂ. ഐ റീഡ് ബുക്ക് ഇൻ ദ മോർണിംഗ്. വി പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്. ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്. ദ ക്യാറ്റ് സ്ലീപ്സ് ഓൺ ദ വിൻഡോസിൽ. അതായത് ഞാൻ രാവിലെ പുസ്തകം വായിക്കാറുണ്ട്, ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഞങ്ങൾ സ്കൂളിലേക്ക് ബസ്സിനാണ് പോവാറ്, ക്യാറ്റ് ജനാലപ്പടിയിലാണ് ഉറങ്ങുന്നത്. ഇതൊക്കെ എന്താണ്? ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് അല്ലേ? സാധാരണ അങ്ങനെയാണ് നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതാൻ പറ്റും. ഇവിടെ ഒരു കാര്യം മാത്രം നമുക്ക് നോക്കേണ്ടതുള്ളൂ. നമ്മൾ ആ പറഞ്ഞ V1 ഫോം വെർബ് എഴുതുക എന്ന് മാത്രമേ ഇവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ലീപ്പിന് പകരം നമ്മൾ സ്ലീപ്സ് എന്ന് എഴുതുന്നു. അതായത് സബ്ജക്റ്റ്, ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുന്ന ഒരാളാണല്ലോ, ഒരു സിംഗുലർ ഫോം ആണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എസ് ഓർ ES ആഡ് ചെയ്യണം. അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതായത് എസ് ഓർ ES
ഏതൊക്കെ വെർബിന് മുമ്പാണ് ചേർക്കേണ്ടത്. എസ്, ഇ എസ്, ഐ എസ് ഒക്കെ നമ്മൾ ഓരോ വെർബിനനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. ഉണ്ടല്ലോ ഐ റീഡ് ബുക്ക്. ഇവിടെ ഐക്ക് പകരം ഇപ്പൊ ഞാനാണെങ്കിൽ എങ്ങനെ വരും? ജിൻഡേഷ് റീഡ് ബുക്ക് എന്നുള്ളതിന് പകരം ജിൻഡേഷ് റീഡ്സ് ബുക്ക് എന്ന് പറയും. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എസ് ഓർ ഇ എസ് നമ്മൾ ചേർക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഹാബിച്വൽ ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടി സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഐ റീഡ് ബുക്ക് ഇൻ ദ മോർണിംഗ്, വി പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്, ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്, ദ ക്യാറ്റ് സ്ലീപ്സ് ഓൺ ദ വിൻഡോസിൽ. വിൻഡോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാലയുടെ ആ ഒരു പടിയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. ഓക്കെ, ഇനി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെൻസാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ പത്രം വായിക്കുകയാണ്, അമ്മ ഭക്ഷണം പാചകം ചെയ്യുകയാണ്. അതായത് ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് വേറൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യമാണ് ഈ ഒരു ടെൻസിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. നോക്കൂ, ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുതുന്ന വളരെ രസകരമായ രീതിയിലാണ്. എന്താണ്? നമ്മൾ ആ വെർബിന്റെ കൂടെ ING ഫോം ആക്കുക മാത്രം ചെയ്താൽ മതി. ഈസ്, ആം, ആറും കൂടെ ആഡ് ചെയ്യുക, ഓക്സിലറി വെർബ്. അപ്പോൾ ഇതെന്താവും? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാവും. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ ഫാദർ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. എൻ്റെ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ ചിൽഡ്രൻ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. എൻ്റെ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. 4 സെന്റൻസുകൾ നോക്കാം. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് വർക്കിംഗ് ഓൺ ഹെർ പ്രൊജക്ട്. അവൾ അവളുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ലിസണിങ് ടു മ്യൂസിക്. അവൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ചാറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇറ്റ്, ഷീ അല്ലെങ്കിൽ ഹി ഒക്കെ വരുമ്പോൾ ഈസ്. അതുമാത്രമല്ല, ഇനി ഒരാളുടെ പേരാണെങ്കിലും രാഹുൽ ഈസ് വർക്കിംഗ് ഓൺ ഹിസ് പ്രോജക്റ്റ് എന്ന് പറയാം. രാമു ഈസ് വർക്കിംഗ് ഓൺ ഹിസ് പ്രോജക്റ്റ് എന്ന് പറയാം. ഇനി പേരാണെങ്കിലും ഒക്കെ ഈസ് വരും. ഇനിയിപ്പം ഒന്നിലധികം ആൾക്കാരാണ്, ലൈക്ക് ദേ, അവർ എന്ന മീനിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർ ഉപയോഗിക്കണം. ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, ദേ ആർ ചാറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ്. അത് നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൂടാതെ പറയാൻ പറ്റും. അത് ആക്ച്വലി ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ പറ്റും എന്ന് പറയുന്നത് നിങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടൊന്നുമല്ല. നമ്മളത് റെഗുലർലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസ് ആണോ വാസ് ആണോ വേറെ ആണോ എന്നൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതൊക്കെ നമ്മൾ റൂള് ബൈ ഹാർട്ട് ചെയ്തതിൻ്റെ ഒരു ഫലമൊന്നുമല്ല. മനസ്സിലാക്കുക. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഷീ ഈസ് വർക്കിംഗ് ഓൺ ഹെർ പ്രോജക്ട്. ഷീ ഈസ് ലിസണിങ് ടു മ്യൂസിക്. ദേ ആർ ചാറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ്. ഇത്രയേ ഉള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ. ഇതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെൻസ്. അടുത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതെന്തിനാന്ന് ഞാൻ പറയാം. അതായത് തൊട്ട് മുമ്പ് ഒരു കാര്യം കഴിഞ്ഞു, അതിപ്പോഴും പ്രസക്തി ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് പ്രസക്തി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ഹോംവർക്ക് കഴിഞ്ഞോ, ഹോംവർക്ക് ചെയ്തോ? ഹോംവർക്ക് നമ്മൾ ചെയ്തത് മുമ്പാണെങ്കിലും ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്. കാരണം എന്താണ്? അതിപ്പോഴാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് പ്രസക്തിയുള്ള കാര്യം. ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മുമ്പ് കഴിഞ്ഞെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അവതരിപ്പിക്കാൻ പറ്റും. അതായത് പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ പ്രസന്റ് പെർഫെക്റ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ പോരേന്ന്. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ആബ്സല്യൂട്ട്ലി തെറ്റാണ്. എന്താണ് കാരണം? ഒരു ടൈം, അതായത് കഴിഞ്ഞ സമയം, ഒരു പാസ്റ്റിലെ ഒരു സമയം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോഴും റെലവൻ്റ് ആണെങ്കിൽ മാത്രമേ പ്രസന്റ് പെർഫെക്റ്റ് പറയാൻ പറ്റൂ. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ദിസ് മോർണിംഗ്. അതായത്
രാവിലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. രാവിലെ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ്, ദിസ് മോർണിംഗ്, ഈ ഡേ ആണ്. ഈ ഡേ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ദിസ് വീക്ക് എന്ന് പറയാം, ഈ വീക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇത് പറയാൻ പറ്റില്ല. യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ ലാസ്റ്റ് ഇയർ എന്നൊന്നും പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഈ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു, അതിനിപ്പോൾ വലിയ റെലവൻസി ഒന്നും ഇല്ല. പക്ഷെ പെർഫെക്റ്റ് ടെൻസിൽ കാര്യം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അത് വളരെ പ്രസക്തമാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ കീസ്. അവൾ അവളുടെ കീ നഷ്ടമാക്കി എന്ന് പറയുന്നത് ഇപ്പോഴും അത് റെലവൻ്റ് ആണ്. ഇപ്പോഴും അവൾ മേ ബി തപ്പുന്നുണ്ടാവും. ഓക്കെ, അവൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അത് ഇപ്പോഴും ലോസ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോസ്റ്റ് V3 ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ് പെർഫെക്റ്റ് ടെൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഒരു ലിസ്റ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞതിനകത്ത് V3 ഫോമും കൂടെ ഉണ്ട്. അതായത് V1, V2, V3, വെർബ് 3. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് എന്നാണ് പറയുന്നത്, V3 ഫോം ഓഫ് ദ വേർബ്. അപ്പൊ ആ ഫോം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി, നിങ്ങൾക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കും. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ കീസ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ടീച്ചർ ചോദിക്കുകയാണ്, ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നീ നിന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ? അപ്പം ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എന്ന് അല്ല പറയുക, നമുക്ക് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. ബിക്കോസ് ഇറ്റ് സ്റ്റിൽ റെലവെന്റ്. സാറ് ആ ഒരു ഹോംവർക്ക് ചെക്ക് ചെയ്യാൻ പോവാണ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ് ടെൻസിൽ മലയാളത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൗണ്ട് ആയിരിക്കും വരുന്നത്. അതായത് പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒരു മീനിങ് ആയിരിക്കും വരുന്നത്. മറ്റേന്ന് പാസ്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്തു, കണ്ടു, പോയി, സോവർ. ചെയ്തിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. വി ഹാവ് ഓൾറെഡി ഈറ്റൻ ഡിന്നർ. സോ നമ്മളൊരു ഒരു പാർട്ടിയിൽ ചെന്നു, അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കും. നമ്മൾ പറയണം വി ഹാവ് ഓൾറെഡി ഈറ്റൻ, ഓൾറെഡി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ലഞ്ച് ഓർ ഡിന്നർ. വി ഹാവ് ഡിസ്കസ്ഡ് ദിസ് ടോപ്പിക് ബിഫോർ. അപ്പോൾ ഞങ്ങളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും റെലവൻറ്റ്? അവർ ആ ടോപ്പിക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നത് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ ടോപ്പിക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇവിടെ ഈ സെന്റൻസ് എഴുതാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്താണ്? ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഹാസ് ഹാവും വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഹാസ് ഐ വി യു ദേ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഹാവ്. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്. ഹാസ് ആണെങ്കിൽ ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ് എന്നും പറയാം. ഇറ്റ്, ഹി, ഷീ, ഇറ്റ്. ഇനിയിപ്പോൾ ഒരാളുടെ പേരാണെങ്കിലും ഹാസ് ആണ് വരിക. രാഹുൽ ഹാസ്, രാമു ഹാസ്, ലേഖ ഹാസ്. ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് പറയും? ഹാവ് വരും. ദേ ഹാവ്, പോലീസ്മെൻ ഹാവ്, ഓർ ടീച്ചേഴ്സ് ഹാവ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ടീച്ചർ മാത്രമാണെങ്കിൽ ടീച്ചർ ഹാസ് എന്ന് വരും. സോ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറിഡേ കമ്മ്യൂണിക്കേഷന് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും തന്നെ സിമ്പിൾ പാസ്റ്റിൽ കാര്യങ്ങളങ്ങ് പറഞ്ഞ് തീർക്കാറാണ് പതിവ്. പക്ഷേ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെ പറയണം. ഞാൻ കണ്ട ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേറ്റീവ്സ് സംസാരിക്കുമ്പോൾ അവർ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ അതായത് ഇംഗ്ലീഷ് നമ്മൾ ലേൺ ചെയ്ത് പറയുന്ന ആൾക്കാർ കൂടുതലും കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പ്രസന്റ് പെർഫെക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പ്രസന്റ് പെർഫെക്റ്റിൽ തന്നെ പറഞ്ഞാലേ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു അർത്ഥം കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. സോ അടുത്ത ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ലിൻ ഹാസ് ബീൻ സ്റ്റഡിങ് മലയാളം ഫോർ 6 months. ഇത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടെൻസ് തന്നെയാണ്. ഇവിടെ റെലവൻ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഞാനൊരു പർട്ടിക്കുലർ സമയം മുതൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറേ കാലമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാം. ഇത് നോക്കിയോ, ലിൻ ഹാസ് ബീൻ സ്റ്റഡിങ് മലയാളം ഫോർ 6 months. 6 മാസമായിട്ട് ലിൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹാസ് ബീൻ സ്റ്റഡിങ് നമ്മൾ നേരത്തെ കണ്ട
ടെൻസിൽ നിന്നും ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ്? ഹാസിന്റെ കൂടെ ബീൻ ചേർക്കുന്നു, പിന്നെ ഒരു ING ഫോമും കൂടെ ചേർക്കുന്നു. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയായിരുന്നു? ലിൻ ഈ സ്റ്റഡിങ് മലയാളം. ലിൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ലിൻ കുറെ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുമ്പ് എപ്പോഴോ പഠിക്കാൻ തുടങ്ങി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ആയോ? ഇല്ല, കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ലിൻ ഹാസ് ബീൻ സ്റ്റഡിങ് മലയാളം ഫോർ 6 months. ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കേണ്ട 2 വാക്കുകളാണ് സിൻസ്, ഫോർ. ഒരു കാലത്തെക്കുറിച്ച് പറയാൻ, അതായത് ഒരു ഡ്യൂറേഷനെ കുറിച്ച് പറയാൻ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു. അതായത് ഫോർ 6 months, ഫോർ 6 years, ഫോർ 6 hours, ഫോർ 6 days, 6 അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനെ കുറിച്ച് പറയാൻ ഫോർ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ സമയം മുതൽ എന്ന മീനിങ് ആണ് വരേണ്ടതെങ്കിൽ എങ്ങനെ പറയാം? സിൻസ് പറയാം. അതായത് ഞാൻ ലിൻ ജനുവരി മുതലാണ് മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പറയും? ലിൻ ഹാസ് ബീൻ സ്റ്റഡിങ് മലയാളം സിൻസ് ജാനുവരി, ഓർ സിൻസ് 2018, സിൻസ് 2015, സിൻസ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം മുതൽ. അപ്പോൾ സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ എന്ന മീനിങ് ആണ് എപ്പോഴും വരിക. മുതൽ, ആ ഒരു ദിവസം മുതൽ. ഫോർ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം. ഫോർ 10 years, ഫോർ 5 years, 5 days, ഏതുമാവാം. ഐ ഹാവ് ബീൻ റീഡിങ് ദിസ് ബുക്ക് ഫോർ 2 weeks. ഇവിടെ നമുക്ക് 2 ആഴ്ചയായിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തുപയോഗിച്ചു? ഫോർ ഉപയോഗിച്ചു. ഐ ഹാവ് ബീൻ എക്സസൈസിങ് സിൻസ് 6 AM. രാവിലെ 6 മണി മുതൽ ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യം ഒരു 6 മണിക്ക് തുടങ്ങി എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സിൻസ് ഉപയോഗിക്കുന്നു. ഇത്രേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യം പറയുന്നു. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ മുമ്പ് തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നു. ആ ഒരു സമയം കൂടി നമ്മൾ പ്രോപ്പർലി അവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഫോർ 6 months, ഓർ ഫോർ 2 years, ഓർ സിൻസ് ജാനുവരി, ഓർ സിൻസ് 6 AM എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. V1 ING. ഇത് നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഹാവ് ബീൻ, ഹാസ് ബീൻ, V1 ING. അതായത് ഹാസ് ബീൻ ഗോയിങ്, ഹാസ് ബീൻ സ്റ്റഡിങ്, ഹാസ് ബീൻ ട്രാവലിംഗ്, ഹാവ് ബീൻ ട്രൈയിങ്, ഹാവ് ബീൻ ഡ്രൈവിംഗ്, എനിത്തിങ് എൽസ്. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഹാസും ഹാവും എവിടെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഹി, ഷീ, ഇറ്റ്, ഹാസ്, ഐ, വി, യു, ദേ, ഓർ എനി അതർ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഹാവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉപയോഗിക്കേണ്ടതിനാണ്. നമ്മൾ മുമ്പേ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഇനിയൊരു കാര്യം നടക്കും, ഞാൻ ചെയ്യും, ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. 4 എക്സാമ്പിൾ നോക്കൂ. ഐ വിൽ വിസിറ്റ് ദ മ്യൂസിയം ടുമാറോ. ഞാൻ നാളെ മ്യൂസിയം വിസിറ്റ് ചെയ്യും. ഇതാണ് ഏറ്റവും എളുപ്പവും. കാരണം എന്താണ്? എല്ലാത്തിൻ്റെയും കൂടെ ഒരു വില്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് ആയി. ഐ വിൽ വിസിറ്റ് ദ മ്യൂസിയം ടുമാറോ. ഷീ വിൽ ഫിനിഷ് ഹർ വർക്ക് സൂൺ. ഷീ ആയതുകൊണ്ട് ഈ വില്ലിന് മാറ്റമൊന്നുമില്ല. വില്ല് തന്നെ എല്ലാത്തിലും യൂസ് ചെയ്യാം. ഷീ വിൽ ഫിനിഷ് ഹർ വർക്ക് സൂൺ. അവൾ അവളുടെ ജോലി പെട്ടെന്ന് തീർക്കും. വി വിൽ ഹാവ് ഡിന്നർ അറ്റ് എ റെസ്റ്റോറൻറ്റ് ടുനൈറ്റ്. ഞങ്ങൾ രാത്രി ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കും. ദേ വിൽ ട്രാവൽ ടു പാരീസ് നെക്സ്റ്റ് ഇയർ. അവർ അടുത്ത വർഷം പാരീസിലേക്ക് യാത്ര ചെയ്യും, പോകും, വരും. ഇതൊക്കെയാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ ഒരു കാര്യം ചെയ്യും. ഭാവി ഇൻ ദ സെൻസ് നാളെ ആവാം, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആവാം. ചെയ്യും, അതായത് നടന്നിട്ടില്ല, ചെയ്യും എന്ന് പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. ഐ വിൽ ഗോ ടു ജിം ഇൻ ദ ഈവനിങ്, ഓർ ടുനൈറ്റ്, ഓർ സംവെയർ. അതായത് ഏതു കാര്യങ്ങളും ആകാം നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ പറയാം. ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ ഇത്രേ ഉള്ളൂ.
ചെയ്യും അല്ലെങ്കിൽ പോകും, ഒരു ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്താണ് നമുക്ക് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ രീതിയിൽ പറയുക. അതായത് 100% നമുക്ക് ഉറപ്പാണ് ആ കാര്യം നമ്മൾ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് അടുത്തേക്ക് പോവാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇത് എക്സാമ്പിൾസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലിൻ വിൽ ബി ട്രാവലിംഗ് ടു കേരള അറ്റ് ദിസ് ടൈം ടുമോറോ. ലിൻ ഈ സമയത്ത് കേരളത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നാളെ. അതായത് ഇപ്പോൾ എത്ര സമയമായി? ഈ ഒരു സമയത്ത് നാളെ ലിൻ കേരളത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയാം. അതായത് ഐഡിയ സിമ്പിളാണ്. ഭാവിയിൽ ഒരു സമയത്ത്, ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ പറയുമ്പോൾ ഇതാ ഓക്കെ, നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഓക്കെ നാളെ ഞാൻ ഈ സമയത്ത് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ നമ്മൾ ഒന്നും നടന്നിട്ടില്ല, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് പറയുന്നതാണ്. ഓക്കെ, നമ്മുടെ ഓരോ തിങ്കിങ് ആണ്. നമ്മളിങ്ങനെ പറയാണ്, ഓക്കെ ഈ സമയത്ത് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊന്നും നടന്നിട്ടില്ല, ഫ്യൂച്ചറിലെ ഓരോ അസംഷൻസ് ആണ്. ദേ വിൽ ബി മീറ്റിംഗ് വിത്ത് ദ ക്ലയൻറ്റ് നെക്സ്റ്റ് വീക്ക്. അവര് അടുത്ത ആഴ്ച ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും പോകുന്നല്ല, നടക്കുകയായിരിക്കും. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ആ ഒരു ഫ്യൂച്ചറിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ്, മിഷേൽ വിൽ ബി സ്റ്റഡിങ് ഓൾ ആഫ്റ്റർനൂൺ. എന്താണ് അതിൻ്റെ അർത്ഥം? മിഷേൽ ഓൾ ആഫ്റ്റർനൂൺ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സെന്റൻസും അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു ഫ്യൂച്ചർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിൽ യു ബി യൂസിങ് ദ കാർ ദിസ് ഈവനിങ്. ഇത് വേറൊരു ഉപയോഗമാണ്. അതായത് നമുക്ക് പൊളൈറ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ ഒരു കാര്യം ചോദിക്കാനും ഈ ഒരു ടെൻസ് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ ഒരു കാര്യം, അതായത് വളരെ മര്യാദയോടെ ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങൾ കാറ് വൈകുന്നേരം ഉപയോഗിക്കുമായിരിക്കുമോ? വിൽ യു ബി യൂസിങ് ദ കാർ ദിസ് ഈവനിങ്. നിങ്ങൾ ഇന്ന് കാർ ഉപയോഗിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ. അതായത് ഫ്യൂച്ചറിലെ ഒരു കാര്യം നമുക്ക് അതായത് ഒരു ക്വസ്റ്റ്യൻ, ഒരു റിക്വസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊളൈറ്റ് ആയിട്ടൊരു എക്സ്പ്രഷൻ എന്ന് പറയാം. നമുക്ക് ഈ ഒരു രീതിയിൽ ചോദിക്കാം. വിൽ യു ബി ഡ്രൈവിംഗ് ദ കാർ. നിങ്ങളായിരിക്കും വൈകുന്നേരം അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു യാത്ര പോകാൻ പ്ലാൻ ചെയ്തു, നമുക്ക് ഒരാളോട് ചോദിക്കാം, നിങ്ങളായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഇതൊക്കെ പൊളൈറ്റ് ആയിട്ട് നമുക്ക് വളരെ ബഹുമാനത്തോടു കൂടി ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. വിൽ യു ബി ട്രാവലിംഗ് വിത്ത് മീ ടുനൈറ്റ്. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുമോ രാത്രി? ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട യൂസ് ഇതാണ്. നമ്മൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ ഒരു സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ്. ഓക്കെ, അടുത്ത ടെൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇതൊക്കെ നമുക്ക് റൈറ്റിംഗ് ഇംഗ്ലീഷിനാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നത്. അതായത് ഭാവിയിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് നമ്മൾ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് നമ്മളിപ്പം നമ്മുടെ മാനേജർ ചോദിക്കുകയാണ്, വർക്ക് കംപ്ലീറ്റ് ആയോ? അപ്പം നമ്മൾ പറയണത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നോക്കിയോളൂ, ലിൻ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ പ്രോജക്റ്റ് ബൈ ടുമോറോ ഈവനിങ്. അവള് ആ ഒരു നാളെ വൈകുന്നേരത്തിനുള്ളിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് വേണമെങ്കിൽ പറയാനാണ് നമ്മൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോഴേക്കും ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ല. നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുന്നതാണെങ്കിൽ, ഇത് എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. ദേ വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ ബൈ ദ ടൈം മിഷേൽ അറൈവ്സ്. മിഷേൽ വരുന്ന സമയത്ത് അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. മിഷേൽ ഇപ്പോൾ രാത്രി 10-11 മണിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പറയണത് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്ന് ഊഹാപോഹത്തോടെ നമ്മൾ സംസാരിക്കുകയാണ്. അതായത് ഒരു ഭാവിയിൽ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. ഷി വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബൈ നൗ. നമ്മൾ പറയാണ്, ഓക്കെ അവൾ ഈ ഒരു സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടാകും, ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ബൈ ദ ടൈം യു വേക്ക് അപ്പ് ഐ വിൽ ഹാവ് ലെഫ്റ്റ് ഫോർ വർക്ക്. നീ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സെന്റൻസുകൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ മറ്റ് ടെൻസുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ കറക്റ്റായിട്ട് മീനിങ് കൺവേ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ തന്നെ പറയണം. ബൈ ദ ടൈം യു വേക്ക് അപ്പ് ഐ വിൽ ഹാവ് ലെഫ്റ്റ് ഫോർ വർക്ക്. നീ
രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടാവും. അടുത്ത ടെൻസിലേക്ക് പോവാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സലൂട്ട്ലി വലിയ റെലവൻസി ഇല്ല എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് പല മറ്റ് ടെൻസുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടെൻസ് ആണ്. സോ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ബൈ നെക്സ്റ്റ് ജൂലൈ നിൻ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് മലയാളം ഫോർ എ ഇയർ. അതായത് ഒരു ഫ്യൂച്ചർ, ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോഴേക്കും ഈ ഒരു കാര്യം ഒരു പർട്ടിക്കുലർ അതായത് ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതായത് നെക്സ്റ്റ് ജൂലൈ ആകുമ്പോഴേക്കും ലിൻ മലയാളം പഠിച്ച് 1 വർഷമാകും. അവിടെ എന്താണ് നമ്മൾ കാണിക്കുന്നത്? ഒരു ഡ്യൂറേഷൻ, ഒരു പർട്ടിക്കുലർ ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. മേ ബി 1 വർഷമായിരിക്കാം, 1 മാസമായിരിക്കാം. അത് ആ ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കിയോളൂ. ലിൻ വിൽ ഹാവ് സ്റ്റഡീഡ് മലയാളം ഫോർ എ ഇയർ ബൈ നെക്സ്റ്റ് ജൂലൈ. നെക്സ്റ്റ് ജൂലൈ ആകുമ്പോഴേക്കും ലിൻ മലയാളം പഠിക്കുന്നത് 1 വർഷമായിട്ടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്, ഒരു പ്രോപ്പർ ഡ്യൂറേഷൻ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോഴേക്കും ഒരു ആക്ടിവിറ്റി ഇത്രയും സമയമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇത്രയും സമയം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. 1 വർഷമാവാം, 1 മാസം. ഇപ്പം ഞങ്ങൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം 23 ആകുമ്പോഴേക്കും ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 5 വർഷമായിട്ടുണ്ടാവും എന്നൊക്കെ ആണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൂടെ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ടെൻസിനെ കുറിച്ചുള്ളൊരു ക്ലാരിറ്റി വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ട എന്താണ്? ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ടെൻസാണ് നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. സോ വിൽ കൺസിഡർ ദാറ്റ്. ഉടൻ തന്നെ നമുക്ക് അടുത്ത ലെസൺസ്, ഇതിൻ്റെ ബാക്കി ലെസൺസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ. ആൻഡ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, അതുപോലെ തന്നെ ഒരു ട്രെയിനറോട് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദ നമ്പർ ഗിവൺ ബിലോ. നമ്മുടെ പേഴ്സണൽ ട്രെയിനറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരം കൂടി, ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഡെയിലി ഒരു 30 മുതൽ ഒരു 40 മിനിറ്റ് വരെ ഒരു ട്രെയിനറുമായിട്ട് സംസാരിച്ച്, വീഡിയോ കോളിലൂടെ സംസാരിച്ച് ഇംഗ്ലീഷ് പഠിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. സോ താങ്ക് യു.